നിങ്ങളിപ്പോൾ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ ഒരു അപ്രോച്ചിന്റെ പ്രത്യേകത? നിങ്ങൾ ചെയ്യുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഡിഫറൻസ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ സാധാരണ എല്ലാവരുടെയും കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന ഏരിയാസ് ആണ് പ്രോബ്ലം എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറയും നിങ്ങളുടെ തോട്ട് പാറ്റേൺ കുറച്ച് ഡിഫറെൻറ്റ് ആക്കാനുണ്ട്, അതായത് കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ തോട്ട് ഒന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യണം, തോട്ട് റീപ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വർക്ക് ചെയ്യുക ആണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി സ്ട്രെസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക, നമുക്ക് വളരെയധികം നെഗറ്റീവായിട്ട് തോട്ടുകൾ വരുന്നു എന്ന് വിചാരിക്കുക. ഈ നെഗറ്റീവ് തോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജിസ്റ്റ് പറയുന്നു റീപ്ലേസ് ചെയ്യൂ തോട്ട് എന്ന്. നമ്മളത് ട്രൈ ചെയ്യണം, പോസിറ്റീവായിട്ടുള്ള തോട്ട് വെക്കാം. ഓക്കെ, ഐ എം സ്ട്രോങ്, അല്ലെങ്കിൽ ഐ എം വെരി ബ്രേവ് ഇനഫ് ടു വർക്ക് വിത്ത് ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനറിയാം നമ്മളിപ്പോൾ ഓക്കെ അല്ല, നമ്മൾ എന്തോ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണെന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടുവരുന്ന സമയത്ത് ശരീരത്തിന് ഇതൊരു വലിയ മിസ്മാച്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുക. പറയുന്നതൊന്ന്, ശരീരം ഫീൽ ചെയ്യുന്നത് വേറൊന്ന്. അപ്പം ഇങ്ങനൊരു മിസ്മാച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സ്ട്രെസ്സിലൂടെ പോകുന്ന ശരീരം വീണ്ടും സ്ട്രെസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനൊരു സ്ട്രെസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുകയല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് നമ്മൾ ഒരിക്കലും തോട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ തോട്ട് പാറ്റേൺസ് മാറ്റുക എന്നുള്ളതല്ല നമ്മൾ ക്ലയൻസിനോട് പറയാറ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ അവരുടെ ഇൻറ്റേർണൽ ബയോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ ഏരിയകൾ, അതേപോലെ അവരുടെ ബോഡിയിൽ എവിടെയാണ് അവരുടെ നെർവസ് സിസ്റ്റം കാം ഡൗൺ ആക്കാനുള്ള കാര്യങ്ങൾ, കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണിൻ്റെ ലെവൽ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ തോട്ട് പാറ്റേൺ ഇവർ കമ്പൽഷൻ കൊടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യം വരില്ല. ഓട്ടോമാറ്റിക്കലി ഇൻറ്റേർണൽ ബയോളജി റെഡി ആയിക്കഴിഞ്ഞാൽ തനിയെ തന്നെ തോട്ട് മാറിക്കോളും. അപ്പം നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്യുന്ന തോട്ട് പാറ്റേണിലല്ല, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ വർക്കിംഗ് ഓൺ ദ ന്യൂറോ ബയോളജി ഓഫ് എ പേഴ്സൺ. അതാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്ന കാര്യം.